എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന നാം ഏറ്റവും അറിയേണ്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട നിയമ വിശകലനങ്ങളും ഹൈക്കോടതി സുപ്രീം കോടതി വിധികളും നമുക്ക് അറിയാം. അതിനു മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക, നിങ്ങൾക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. CJP ബന്ധപ്പെട്ടുള്ള ന്യൂസ്, US ഇറാൻ ആ യുദ്ധവും ബന്ധപ്പെട്ടുള്ള വെടിനിർത്തലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ഹൈക്കോടതിയുടെ സുപ്രധാന വിധികൾ, സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികൾ, അപകടമുണ്ടായി കടന്നു കളയുന്ന കേസുകളിൽ കേരള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം, കൊലപാതക കുറ്റം ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം ഗുരുതര കുറ്റമാണെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമാക്കി. ചെക്കിലെ വ്യക്തമായ തിരുത്തൽ തെളിയിക്കാൻ അധിക സാക്ഷി മൊഴികളോ വിദഗ്ധ അഭിപ്രായമോ ഫോറൻസിക് തെളിവുകളോ നിർബന്ധമല്ല, സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമാക്കി. വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട വിലയാധാരം അസാധുവാക്കൽ കുടുംബ കോടതിയുടെ പരിധിയിൽ കേരള ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി വിട്ടയച്ച റാമിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. നമ്മുടെ രാജ്യത്തെ എല്ലാവരും അവരെ കളിയാക്കി, അവരെ കൊണ്ട് സാധിക്കില്ല, നിങ്ങൾ വെറും പാറ്റകളാണ് എന്നൊക്കെ കളിയാക്കി. പക്ഷേ അവരൊരു മൂവ്മെൻ്റായി മാറി, ഒരു വലിയൊരു സംഘടിത ശക്തിയായി മാറി. ആ ഒരു ശക്തിയെ, അവരുടെ ആ ഒരു സമരത്തെ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള യുവാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്തു. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ അത് വലിയ ഒരു ജനപ്രവാഹമായി മാറി. അത് നാം കണ്ടു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്നത് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കളും ജനങ്ങളും വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നു. പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ്, തൊഴിലില്ലായ്മ, അതൊരു വലിയൊരു വിഷയം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക എന്നാണ് ഈ ഒരു വലിയ മൊമെൻറ്റ്സിലൂടെ തെളിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളാകെ ഏറ്റെടുത്തു. ആ ഒരു സാഹചര്യം നമ്മുടെ കേന്ദ്ര സർക്കാരിന് അത് മനസ്സിലായി, പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായി. പ്രധാനമന്ത്രിയുടെ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ടും അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിൻ്റെ ആ ഒരു ഫലമായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ പെട്ടെന്നുള്ള രാജി അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹം അത് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത്രമാത്രം നമ്മുടെ രാജ്യത്തെ യുവജനതയും ജനങ്ങളും ഈ ഒരു മനസ്സ് അവരുടെ ഇത്രമാത്രം വേദനപ്പെട്ടിരുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇതിലൊരു അവർക്ക് ഒരു ഇളക്കം തട്ടുന്ന ഒരു മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് ആദ്യമായാണ്, 12 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നതും കേന്ദ്ര സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ട ആ ഒരു സാഹചര്യത്തിലോട്ട് പോയത്. ഇതൊരു നല്ലൊരു തുടക്കമാണ്. ഇനി തുടർന്ന് ഇഥനോൾ എന്ന ആ ഒരു പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വകഭേദം E20 അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തുടർന്നും പ്രക്ഷോഭങ്ങൾ തുടങ്ങും എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. നിരവധി കാറുകൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പെട്രോൾ വകഭേദം അടിച്ചതുകൊണ്ട് കംപ്ലൈൻ്റ് ആയെന്നും അറിയുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണെന്നും അറിയുന്നു. തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് US ഇറാൻ അവിടെ ഉണ്ടായ നമുക്കറിയാം, അവിടുത്തെ യുദ്ധവും അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് നമുക്കും നമ്മുടെ പല രാജ്യങ്ങൾക്കും ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ആണ്. ഈ റീസെൻ്റ് ആയിട്ട് ഈയിടെയായി അതിനൊരു ഒമാനിലൊരു ചർച്ച നടക്കുമെന്ന് അറിയുന്നുണ്ട്. US-ഉം വെടിനിർത്തലിന് തയ്യാറാണെന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ചില നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചാൽ ഹോർമോസ് കടലിടുക്ക്, നമുക്കറിയാം ഹോർമോസ് കടലിടുക്കിലാണ് കൂടെയാണ് നമുക്ക് പെട്രോളും മറ്റും ഈ ഷിപ്പിലൂടെ വരുന്നത്. അപ്പോൾ അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ചില ഉപാധികൾ US മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൽ തീരുമാനമായാൽ ഹോർമോസ് കടലിടുക്ക് തുറക്കുമെന്നും അറിയുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പോലീസിൻ്റെ പ്രത്യേക സ്ക്വാഡ് MACT കേസുമായി ബന്ധപ്പെട്ട് ആക്സിഡൻ്റ് ഉണ്ടായി കടന്നു കളയുന്ന വാഹനങ്ങളെ പിടികൂടുവാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമായി ഇങ്ങനെയൊരു സ്ക്വാഡ്, പോലീസിൻ്റെ സ്ക്വാഡ് എല്ലാ ജില്ലകളിലും തുടങ്ങണമെന്നൊരു വിധിയും വന്നിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുഞ്ഞുങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ട് പ്രകാരം നമുക്കറിയാവുന്ന പോലെ 18 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക്
അവർക്ക് കിട്ടുന്ന ശിക്ഷയുമായി അതുമായി ഉള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ആക്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതി ഒരു നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറ്റം ചെയ്യുമ്പോൾ 15 വയസ്സ് മുതൽ 18 വയസ്സായി പ്രായമുള്ളവർ കൊലപാതക കുറ്റമോ മറ്റോ ചെയ്താൽ അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് തീരുമാനിക്കാമെന്നതാണ്. അതിൻ്റെ ആ കേസിൻ്റെ സ്ഥിതികളും തുടർന്നുള്ള ആ ആക്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങളുടെ മെൻ്റൽ കണ്ടീഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അനാലിസിസ് ചെയ്തിട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, അവർ ആ ഒരു മെൻ്റൽ പവർ വെച്ചുകൊണ്ടാണോ, അവർക്ക് ഈ കൊലപാതകം എന്ന അതൊരു ക്രൂരമായ ഗുരുതരമായ കുറ്റകൃത്യമാണ്, അപ്പോൾ അത് ചെയ്തത് ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടാണോ, അവർ മനഃപൂർവ്വമാണോ ചെയ്തതെന്ന് പരിശോധിച്ചിട്ട് അവർക്ക് വേണ്ട ശിക്ഷ എങ്ങനെയാണെന്ന് തീരുമാനിക്കുമെന്നതാണ് ഈ ഒരു വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെക്ക് കേസുമായി ബന്ധപ്പെട്ടും ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെക്കിൽ തിരുത്തൽ വരുത്തിക്കുന്നത് നമുക്ക് വ്യക്തമായി അറിയുവാനായി സാധിച്ചു കഴിഞ്ഞാൽ അധികമായ സാക്ഷിമൊഴികളോ എക്സ്പേർട്ടിൻ്റെ അതായത് വിദഗ്ധ അഭിപ്രായങ്ങളോ ഫോറൻസിക് പരിശോധനകളോ ഇല്ലാതെ തന്നെ അപ്പം നമുക്ക് അതിലൊരു അതായത് കോടതികൾക്ക് ഈ ചെക്കിൻ്റെ കാര്യത്തിൽ ചെക്കിൻ്റെ ഓതൻറ്റിസിറ്റി, ചെക്ക് എത്രമാത്രം നിയമപരമായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നതാണ് സുപ്രീം കോടതിയുടെ വിധിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള വിധിയിൽ പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ വേറൊരു നിർണായക വിധി വന്നിട്ടുള്ളത് വിവാഹബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിലയാധാരം അത് അസാധുവാക്കുന്ന കാര്യങ്ങളിൽ കുടുംബ കോടതിക്ക് തീരുമാനമെടുക്കാം എന്നതാണ് മറ്റൊരു നിർണായക വിധിയായി വന്നിട്ടുള്ളത്. ഈ കേസിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡ് വൈഫിൻ്റെ ഓർണമെൻറ്റ്സ് ഉപയോഗിച്ച് ഒക്കെ കടവും മറ്റും തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം വിവാഹ സമയത്ത് അവർ വിലയാധാരം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കുടുംബ കോടതിക്ക് തീരുമാനിക്കാമെന്നതാണ്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് ഡോക്ടർ റാവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഒരു അധ്യാപകൻ്റെ വലിയൊരു ക്രൂരകൃത്യം. അപ്പോൾ അവിടെ ഉണ്ടായ സാഹചര്യം എന്നത് റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. തുടർന്ന് അത് പാലിക്കേണ്ട ഏറ്റവും മിനിമം നടപടിക്രമം പോലീസ് പാലിച്ചിട്ടില്ല എന്നതാണ്. ഈ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റും മറ്റും ഈ റാമിനെ അറിയിക്കണമെന്നതാണ്. അപ്പോൾ അത് അറിയിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അവിടെ ഈ റാമിന് ബെയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നാം കണ്ടതാണ് കോടതി കോമ്പൗണ്ടിൽ നിന്നൊക്കെ ഈ റാമിനെ പോലീസ് പിന്നെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. നാടകീയമായ രംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായത്. തുടർന്ന് പ്രതിയുടെ അഭിഭാഷകൻ കോടതി അലക്ഷ്യ ഹർജിക്ക് ഫയൽ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പിന്നെയും തിരിച്ചുവിട്ടതും. ഹൈക്കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു എന്നതാണ്. കാരണം പോലീസ് ഈ പ്രതിയെ കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി ഫുഡ് വാങ്ങിക്കൊടുത്ത് ഒക്കെ വളരെ ലാഘവത്തോടു കൂടി ഈ കാര്യം ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. DYSPയെ വിളിച്ചു വരുത്തുക വരെ ചെയ്തു. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. DYSP ഈ സർവീസിൽ നിന്ന് തിരിച്ചുവിടുന്നവരെ ശകാരിക്കുന്ന സാഹചര്യം വരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗുരുതര വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിലൂടെയും തുടർന്നുള്ള വീഡിയോകളും കാണുവാനായി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീക്ക് കാണാം.